ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. യൂത്ത് മൂവി അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും കെൻ കരുണാസ് എന്ന് പറയുന്ന ആളാണ് സുഹൃത്തുക്കളെ. കെന്നിനെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അസുരൻ മൂവിക്കകത്ത് നമ്മുടെ ധനുഷിന്റെ കൂടെ ഇളയ മകനായിട്ട് അഭിനയിച്ച ആ ഒരു വ്യക്തി, അതാണ് കെൻ കരുണാസ്. പഴയ ആക്ടർ കരുണ എന്ന് പറയുന്ന ആക്ടറുടെ മകനാണ്. പടം ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തതും കെൻ കരുണാസ് ആണ്. കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കെൻ ഉണ്ട്, പിന്നെ അനുഷ്മയുണ്ട്, പിന്നെ നമ്മുടെ സുരാജേട്ടനുണ്ട്, ദേവദർശിനി, ഇങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ എന്നാൽ നൈസ് എന്നാൽ എല്ലാം കൊണ്ടും നല്ല ക്രിലോസ് കേട്ടൊരു മൂവിയാണ് സുഹൃത്തുക്കളെ. എനിക്ക് പേഴ്സണലി മൂവി ഇഷ്ടപ്പെട്ടു. സോ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ബേസിക് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ 2014 ടു 2014 ടു 2016 അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിലെ എക്സാം റിസൾട്ട് ആ ഒരു ഇതിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പടം. ദെൻ അവിടുന്ന് +1 +2 ആ ഒരു കാലഘട്ടം ജേണിയാണ് കാണിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ബോയ്സിനുണ്ടാകുന്ന കുറച്ചധികം കാര്യങ്ങൾ, ഐ മീൻ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സുകളായിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ സ്കൂളിലുണ്ടാകുന്ന കുറേ അധികം കാര്യങ്ങളും, അങ്ങനെ അവരുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളും, പിന്നെ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും, വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും, പിന്നെ അത് സോൾവ് ആക്കുന്നതും, സോൾവ് ആയില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും, ദെൻ പേരൻസുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ് വർക്ക് ആവുന്നതും, ആദ്യം അത് വർക്കായിരിക്കത്തില്ല, ദെൻ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് വർക്ക് ആവുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു നല്ലൊരു പടമാണ് സുഹൃത്തുക്കളെ. സോ അപ്പം നമ്മുടെ കെന്നിൻ്റെ അച്ഛനും അമ്മയായിട്ടാണ് സുരാജേട്ടനും ദേവദർശിനി അഭിനയിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടത് സുരാജേട്ടൻ്റെ പെർഫോമൻസും ദേവദർശിനി എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ പെർഫോമൻസും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മൂവിക്കകത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഇവർ രണ്ടുപേരുടെയാണ്. ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ കെന്നിൻ്റെ ആണെങ്കിലും ഭയങ്കര രസമുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ ഒരു നൈസായിട്ട്, ഒരു വൈബോസ്കി ആയിട്ട് നമ്മുടെയൊക്കെ അന്നത്തെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്ന നല്ല നൈസ് ഒരു പടമാണ് സുഹൃത്തുക്കളെ. സോ മിക്ക തിയേറ്ററുകളും ഇപ്പം കാണാനായിട്ട് ആളില്ല. സോ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് മൂവി കണ്ടത്. ഇറ്റ്സ് എ നൈസ് മൂവി. ഇപ്പം ആടും ദുരന്തരവും ഒക്കെ കടന്ന് ഭയങ്കര ഹൗസ്ഫുൾ ഷോസ് നടക്കുന്നത് കൊണ്ട് ഈ പടം അത്യാവശ്യം കുറച്ച് മുങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ആടും ദുരന്തരവും ഒക്കെ കാണുന്ന കൂട്ടത്തിൽ ഈ മൂവിയും കൂടെ ഒന്ന് കാണുക. പിന്നെ അതുപോലെ ഈ പടം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി.വി. പ്രകാശാണ്. നല്ല കിഡ്ലോസ്ക് ആയിട്ടുള്ള കുറച്ചധികം മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സിനിമാട്ടോഗ്രാഫർ വിക്കിയാണ്. സ്റ്റണ്ട് ചെയ്തേക്കുന്നത് കലൈ കിങ്സൺ ആണ്. ചെറിയ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്. സോ ഓവറോൾ എല്ലാം കൂടെ അടങ്ങിയ ഒരു നല്ലൊരു കുഞ്ഞ് നൈസൊരു പടമാണ് സുഹൃത്തുക്കളെ യൂത്ത്. ഈ മൂവി കാണുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഒരു 10th അല്ലെങ്കിൽ 11th 12th ആ ഒരു ടൈമിലേക്ക് നമ്മൾ കുറച്ചൊന്ന് തിരിഞ്ഞ് നോക്കും സുഹൃത്തുക്കളെ. അങ്ങനെ കുറച്ച് നൊസ്റ്റാൾജിയ ഉള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സോ എനിവേ ഞാൻ പറഞ്ഞ പോലെ ദുരന്തറും ആടൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഈ മൂവി കൂടെ കാണുക. നൈസൊരു പടമാണ്. സോ യെസ് കേസ്, അപ്പോൾ അതാണ് യൂത്ത് മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് എ നൈസ് മൂവി. എന്തായാലും എല്ലാവരും പോയി കാണുക. സോ യെസ് കേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.